ഹായ് ഫ്രണ്ട്സ്. കട്ടിയുള്ള കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എലി, പെരുച്ചാഴി എന്നിവയുടെ ശല്യത്തെ നമുക്ക് മാറ്റാനായിട്ട് പറയുന്നത്. ഇപ്പോൾ തലേ ദിവസത്തെ കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുത്ത് വെക്കട്ടോ. ഇനി പിറ്റേ ദിവസമാണ് ഇത് ആവശ്യമായി വരിക. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ശർക്കരയുടെ ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് ഇതാക്കിയതാണ്, സ്ലൈസ് ആക്കിയതാണ് കേട്ടോ. ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുക. ശർക്കര ഒക്കെ എലികൾക്ക്, പെരുച്ചാഴികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ശർക്കര, തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായും വന്ന് കഴിക്കും. അതുപോലെ തന്നെ നമുക്ക് ചിരട്ടയിലൊക്കെ ഈ ഒരു വിദ്യ ചെയ്യട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് പാറ്റഗുളികയാണ്. പാറ്റഗുളിക ഉള്ളവർ പാറ്റഗുളിക പൊടിച്ചിടാം. അതിൻ്റെ മേലെ നമുക്ക് പാറ്റഗുളികൻ്റെ മേലെ തന്നെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പനിയുടെ ഗുളികയാണ് കേട്ടോ. പനിയുടെ ഗുളിക ഏതായാലും കുഴപ്പമില്ല. ഡോള തന്നെ വേണമെന്നില്ല. പാരസിറ്റമോള്, വാമോള്, ഈ വക ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. അത് ജസ്റ്റ് നമുക്കൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ വല്ലാതെ പൊടിക്കണമെന്നില്ല. വേണമെങ്കിൽ ഇതിൽ ഇട്ട് കൊടുത്താലും മതി. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ലോണം ഒന്ന് അലിഞ്ഞ് കിട്ടും. അത് നന്നായി ഒന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. ശർക്കര, അതുപോലെ തന്നെ പാറ്റ ഗുളിക, അല്ലെങ്കിൽ നമ്മുടെ പനിയുടെ ഗുളികയോ പാരസിറ്റമോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആന്റിബയോട്ടിക്കുകൾ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ജസ്റ്റ് ഇത് കുറച്ച് നേരം ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങ വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാത്രം, ഒരു മൂടിയിലേക്ക്, പഴയ ഒരു മൂടിയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി പഴയ ഒരു പാത്രമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അതിൽ വെച്ച് കൊടുത്താലും മതി, എലികളൊക്കെ വന്ന് ഭക്ഷിച്ചോളും. എലി എവിടെയാണ് ഉള്ളത് ആ ഭാഗത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. എലി മാത്രമല്ല കേട്ടോ, പെരുച്ചായി വന്ന് ഭക്ഷിച്ചോളും, കുടിച്ചോളും. അപ്പോൾ തീർച്ചയായും നമ്മൾ ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ചില ദിവസത്തെ കഞ്ഞിവെള്ളം ആയിരിക്കണം. അതിലേക്ക് പനിയുടെ ഗുളിക, പാറ്റ ഗുളിക, അതുപോലെ തന്നെ ശർക്കര. ഇനി തേങ്ങ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് കണ്ടോ, ഇതൊക്കെ തൊരപ്പന അതുപോലെ തന്നെ പെരുച്ചായൊക്കെ കുഴിച്ച് വെച്ചതാണ്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കിത് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം അവ വന്ന് തീർച്ചയായും ഭക്ഷിച്ചോളും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. അതേപോലെ നമുക്ക് ഇതുപോലുള്ള കുഴികളിലൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവ വന്ന് തീർച്ചയായും നക്കിക്കോളും. അപ്പോൾ അതിൻ്റെ ഫലമായി അതിന് ശ്വാസം മുട്ടിയത് ചാവുകയും ചെയ്യും.